ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ വേണ്ടി പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ മാർക്കറ്റ് സാഹചര്യത്തിൽ പലർക്കുള്ളൊരു ഡൗട്ടാണ്. ഇപ്പോൾ വന്നിട്ട് ക്രിപ്റ്റോ ബൈ ചെയ്യാമോ, ആൾട്ട് കോയിൻസിൽ എൻ്റർ ആകാമോ ഇല്ലയോ? അതിനെക്കുറിച്ച് എൻ്റെ ഒരു അഭിപ്രായം അനാലിസിസ് മാത്രമാണ് പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഇന്ത്യൻ എക്സ്ചേഞ്ച്, ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ചിൻ്റെ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ടെലിഗ്രാം ചാനലിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഏത് ഡയറക്ഷനിലായിരിക്കും നമ്മുടെ ഗോൾഡിൻ്റെ പ്രൈസ് മൂവ് ആവുന്നത് ഏത് ഡയറക്ഷനിലായിരിക്കും, ആ ഒരു ഡയറക്ഷനിലായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഏകദേശം നമ്മുടെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 91,000 92,000 USD വരെ പെട്ടെന്ന് ഡൗൺ എന്ന രീതിയിലോട്ട് മാർക്കറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇതേ സമയം ആൾട്ട് കോയിൻസിൻ്റെ പലതിൻ്റെയും പ്രൈസ് ഡൗൺ എന്ന രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഗോൾഡിൻ്റെ പ്രൈസ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ വേണ്ടി പറ്റും. ഏകദേശം ഡൗൺ എന്ന രീതിയിൽ 2,584 USD വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ഡൗണിന് ശേഷം അപ്പ് എന്ന രീതിയിൽ 2,623 മാർക്കറ്റ്. ഗോൾഡിൻ്റെ പ്രൈസ് സൈഡ് വേസ് ആണ്. പക്ഷേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പെട്ടെന്ന് ക്യാൻഡിൽ സ്റ്റിക്ക് കൂടുതലായിട്ട് ഡൗൺ എന്ന രീതിയിലോട്ടോ ഹൈ എന്ന രീതിയിലോട്ട് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ബിറ്റ്കോയിൻ്റെ പ്രൈസിൻ്റെ അകത്ത് അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഏകദേശം ഒരു ദിവസം കൊണ്ട് ഗോൾഡിൻ്റെ പ്രൈസ് 2,652 നിന്നും 2,583 വ്യത്യാസത്തിലോട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു വ്യത്യാസമാണ് വന്നിട്ടുള്ളത്. അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നമ്മുടെ ബിറ്റ്കോയിൻ്റെ പ്രൈസും ആൾട്ട് കോയിൻസിൻ്റെ പ്രൈസ് അഫക്റ്റ് ആയിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ഗോൾഡിൻ്റെ പ്രൈസ് ഹൈ എന്ന രീതിയിലോട്ട് ട്രെൻഡ് ചേഞ്ച് ആയിട്ടുണ്ട്. അതേ സെയിം ഡയറക്ഷനിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. നമ്മുടെ ബിറ്റ്കോയിൻ്റെ പ്രൈസും ഡയറക്ഷൻ ചേഞ്ച് ആയിട്ടുണ്ട്. ഏകദേശം 92,000 നിന്ന് ഇപ്പോൾ ഏകദേശം 98,000 99,000 USD എന്ന റേഞ്ചിലാണ് മാർക്കറ്റ് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇനി പലർക്കുള്ളൊരു ഡൗട്ടാണ്, നമുക്ക് ഈ ഒരു ടൈം വന്നിട്ട് മാർക്കറ്റിൽ എൻ്റർ ആകാമോ, ആൾട്ട് കോയിൻസ് ബൈ ചെയ്യാമോ? നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ എൻ്റെ പല കഴിഞ്ഞുള്ള വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഏകദേശം നിങ്ങൾക്ക് 50-50 ചാൻസ് ആണ്. റിസ്ക് റിവേർഡ് റേഷ്യോ എന്ന് പറയുന്നത് 50-50 ആണ്. അതായത് റിസ്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് 200% ഡൗൺ എന്ന രീതിയിലാണ്. റിവാർഡ് ആണെങ്കിലും 200-250% ആണ്. ബിഗിനറാണ്, നിങ്ങൾ പുതിയൊരു ബിഗിനർ ആണെങ്കിൽ. പക്ഷേ നേരത്തെ നിങ്ങൾ മാർക്കറ്റിൽ വന്ന് നിന്ന് പ്രോഫിറ്റൊക്കെ നേടിയിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടൈം വന്നിട്ട് ബൈ ചെയ്യാമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, ധൈര്യമായിട്ട് നിങ്ങൾക്ക് വന്നിട്ട് ബൈ ചെയ്യാവുന്നതാണ്. ഏകദേശം ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ അയോട്ട 0.10 ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. താല്പര്യമുള്ളവർക്ക് വീണ്ടും വന്നിട്ട് ബൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അയോട്ടയുടെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 0.63 വരെ പോയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. നല്ല രീതിയിൽ പലർക്കും പ്രോഫിറ്റ് വന്ന പ്രോജക്റ്റാണ് അയോട്ട എന്ന് പറയുന്നത്. അങ്ങനെ പ്രോഫിറ്റ് എടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സാഹചര്യത്തിൽ മാർക്കറ്റ് 0.30 0.25 ഈ പ്രൈസ് റേഞ്ച് നിങ്ങൾക്ക് വീണ്ടും വന്നിട്ട് എൻ്റർ ആവാവുന്നതാണ്. ഓക്കെ, 0.25 അതുപോലെ തന്നെ 0.35 0.30 ഇതിലൊക്കെ നിങ്ങൾക്ക് വീണ്ടും വന്നിട്ട് എൻ്റർ ആവാവുന്നതാണ്. അതുമാത്രമല്ല, അയോട്ട വീണ്ടും ഡൗൺ ആകുന്ന അനുസരിച്ച് 0.15 അതുപോലെ തന്നെ 0.10 ഈ രണ്ട് ഡൗൺ ആവുന്ന അനുസരിച്ച് നിങ്ങൾക്ക് വീണ്ടും അടുത്ത ആവറേജ് ലെവലിലോട്ട് അയോട്ടയിലോട്ട് പോകാവുന്നതാണ്. ഇതേ സെയിം സ്ട്രാറ്റജി നിങ്ങൾക്ക് വേറെ ആൾട്ട് കോയിൻസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ സിലിക്ക നിങ്ങൾക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ കയ്യിൽ വീണ്ടും സിലിക്കയുണ്ട്. നേരത്തെ പ്രോഫിറ്റ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വീണ്ടും വേണമെങ്കിൽ ആവറേജ് ബൈ ചെയ്യാവുന്നതാണ്. നല്ല പ്രോജക്റ്റിൽ നോക്കിയിട്ട് നിങ്ങൾ ആവറേജ് ബൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറേ കൂടി പ്രോഫിറ്റ് ഈസി ആയിട്ട് കിട്ടാൻ സാധ്യത കൂടുതലാണ്. ഇപ്പം കാർഡിനോ എന്ന് പറയുന്ന പലർക്കും നല്ല രീതിയിൽ പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് 0.80 വേണമെങ്കിൽ എൻട്രി എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് എൻട്രി എടുക്കാം. 0.90 വേണമെങ്കിൽ എൻട്രി എടുക്കാം. അത് കഴിഞ്ഞ് മാർക്കറ്റ് വീണ്ടും ഡൗണിലോട്ട് വരികയാണെങ്കിൽ 0.50 അടുത്ത് 0.30 ഇങ്ങനെ 3 ആവറേജ് വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. വലിയ റിസ്ക് ഇല്ല. പക്ഷേ ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഞാൻ പറയും കാർഡിനേക്കാളും അയോട്ടയ്ക്കകത്ത് ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വെർജൻ എന്ന് പറയുന്ന പ്രോജക്റ്റിൻ്റെ അകത്ത് നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ട്. എല്ലാ പ്രോജക്റ്റിൻ്റെ അകത്തും ഇങ്ങനെ എൻ്റർ ആവാൻ വേണ്ടി പറ്റില്ല. പക്ഷേ ചില പ്രോജക്റ്റിൻ്റെ അകത്തൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റർ ആവാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി അടുത്ത് EOSൻ്റെ അകത്ത് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ പറയും EOSൻ്റെ അകത്ത് ഇപ്പോഴും ഓപ്പർച്യൂണിറ്റി ഉണ്ട്. 0.87 ആണ്. 0.73 വരെയൊക്കെ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. 0.75 ഒക്കെ നിങ്ങൾ ബൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, പ്രോഫിറ്റ് നേരത്തെ ബുക്ക് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. വീണ്ടും ഡൗൺ ആവുന്നതനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ നേരത്തെ ബൈ പറഞ്ഞ 0.50 0.40 ഡൗൺ ആവുന്ന അനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ വീണ്ടും വന്നിട്ട് ബൈ ചെയ്യാവുന്നതാണ്. ഇപ്പം ട്രോണൊക്കെ ആണെങ്കിൽ 0.25 ആണ്. ബൈ ചെയ്യാമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പറയും താല്പര്യമുള്ളവർക്ക് ഈ ഒരു പ്രൈസിൽ വന്നിട്ട് ബൈ ചെയ്യാം. പക്ഷേ റിസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഡൗൺ ആവുന്നതനുസരിച്ച് നിങ്ങൾ 0.25 ബൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത ബൈ എന്ന് പറയുന്നത് നിങ്ങൾ 0.15 ഓക്കെ, 0.15 അല്ലെങ്കിൽ 0.10 അത് അടുത്ത ടാർഗറ്റ് ആയിട്ട് ബൈ എടുത്താൽ മാത്രം മതി. കാരണം മാർക്കറ്റ് ക്രാഷ് ആവുകയാണെങ്കിൽ
ഇനി മാർക്കറ്റ് പുതിയൊരു ഡയറക്ഷൻ നോക്കി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും പ്രോഫിറ്റ് കൂടുകയാണ്. ഓക്കെ, അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ ഷിബയുടെ മാർക്കറ്റ് കണ്ടീഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. താല്പര്യമുള്ളവർക്ക് USDT മാർക്കറ്റാണ്. 2000 അവസാനം നിങ്ങൾക്ക് വേണമെങ്കിൽ വന്ന് ബൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം 2359 നിൽക്കുന്നത്. താല്പര്യമുള്ളവർക്ക് ബൈ ചെയ്യാം. കാരണം ഷിബയൊക്കെ ഏകദേശം 800 തൊട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു താല്പര്യമുള്ളവർക്ക് ബൈ ചെയ്യാം. റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 800, 1200 ഈ റേഞ്ചൊക്കെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1400 പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മാർക്കറ്റ് ഏകദേശം 3351 വന്നിട്ടുണ്ടായിരുന്നു. വീണ്ടും ഡൗൺ ആണ്. താല്പര്യമുള്ളവർക്ക് ബൈ ചെയ്യാം. ഷിബയൊക്കെ ഒരു ക്വാണ്ടിറ്റി എങ്കിലും ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി ഡോഗി എന്ന് പറയുന്നത് ഏകദേശം നമ്മുടെ ഡോജി പ്രോജക്റ്റ് എന്ന് പറയുന്നത് 0.06 തൊട്ട് ബൈ പറഞ്ഞതാണ്. 0.10 ആയി. അതിനുശേഷം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റി 0.47 വന്നിട്ടുണ്ടായിരുന്നു. പലരും പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ തന്നെ. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു 60% നിങ്ങളുടെ കയ്യിൽ ഹോൾഡിംഗ് ഉണ്ടായിരിക്കും. അത് ഹോൾഡ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഹോൾഡ് ചെയ്യുക. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ സാഹചര്യം സിറ്റുവേഷൻ അനുസരിച്ച് മാത്രം മുന്നോട്ട് പോകുക. നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ ഹോൾഡ് ചെയ്യുക. ഇനി ഫണ്ടിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക. ഓരോരുത്തരുടെയും ഫിനാൻഷ്യൽ കണ്ടീഷൻ മൈൻഡ് സെറ്റ് അനുസരിച്ച് മാത്രം ക്രിപ്റ്റോയ്ക്കകത്ത് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത് നമ്മുടെ ഡോഗിയുടെ പ്രൈസ് 0.30, 0.34. ഇതിൽ ബൈ എടുക്കാൻ വന്നിട്ട് കഴിഞ്ഞാൽ ബൈ എടുക്കാം. പക്ഷേ റിസ്ക് 0.30 എന്നിടത്ത് 0.15 ഡോഗി വരുന്ന ടൈം നിങ്ങൾ അടുത്ത് വീണ്ടും 100% ലോസ് ആണ്. ആവറേജ് ബൈ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നല്ല പ്രോജക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഉറപ്പായിട്ടും നിങ്ങൾ വീണ്ടും ആവറേജ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഓക്കെ, താല്പര്യമുള്ളവർക്ക് ഞാൻ പറഞ്ഞ സ്ട്രാറ്റജി ഫോളോ ചെയ്യാവുന്നതാണ്. കാരണം ബിറ്റ്കോയിൻ്റെ പ്രൈസ് എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഗോൾഡിൻ്റെ പ്രൈസ് ക്രാഷ് ആവാതെ സൈഡ് വേസ് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അതനുസരിച്ച് വീണ്ടും ട്രെൻഡ് ചേഞ്ച് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അതനുസരിച്ച് വീണ്ടും മുന്നോട്ട് പോകാം. ഓക്കെ, ക്രിപ്റ്റോ എന്ന് പറയുന്നത് എപ്പോഴും ഒരു സൈക്കിളിൻ്റെ അകത്തായിരിക്കും. ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു സൈക്കിളിൻ്റെ അകത്തായിരിക്കും നിൽക്കുന്നത്. നമ്മൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞുതരാം. XRP, ഞാൻ ഒരു ബിഗിനർ ആണെന്ന് കരുതുക. XRP 0.30 ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ബൈ ചെയ്തു, പ്രോഫിറ്റ് വന്നു. ഏകദേശം 2.88 USD വന്നു. നിങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. നിങ്ങളുടെ കയ്യിൽ ബാക്കി ഏകദേശം ഒരു 50% അല്ലെങ്കിൽ 60% കോയിൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, 50% 60% കോയിൻസ് ഉണ്ടായിരിക്കും. ചിലരുടെ കയ്യിൽ 40% കാണുകയുള്ളൂ. ക്വാണ്ടിറ്റിയാണ് പറയുന്നത്. അവർക്ക് വീണ്ടും ബൈ ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ XRPക്കകത്തില്ല. കാരണം XRP വലിയ രീതിയിൽ ഡൗൺ എന്ന രീതിയിലോട്ട് മാർക്കറ്റ് വീണിട്ടില്ല. പക്ഷേ അയോട്ടയ്ക്ക് നല്ല രീതിയിൽ മാർക്കറ്റ് ഡൗൺ എന്ന രീതിയിലാണ് നിൽക്കുന്നത്. കാരണം 0.63 പോയിട്ട് അയോട്ട ഏകദേശം 0.30, 0.27 റേഞ്ചൊക്കെയാണ് ഡൗൺ എന്ന രീതിയിൽ നിൽക്കുന്നത്. അതുകൊണ്ട് അവിടെ നിങ്ങൾക്ക് ബൈ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. വെർജിൻ്റെ അകത്തും ബൈ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. EOSൻ്റെ അകത്തും ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഓരോ ചാർട്ട് എടുത്ത് വെച്ച് നോക്കുക. ഓരോന്നിലും നല്ല രീതിയിൽ ഡൗൺ എന്ന രീതിയിലോട്ട് വീണ്ടും വന്നിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും നല്ല പ്രോജക്റ്റ് ആണെങ്കിൽ എൻ്ററായി മുന്നോട്ട് പോകാവുന്നതാണ്. അല്ലാത്ത പ്രോജക്റ്റ് എൻ്റർ ആവരുത്. ഇപ്പോൾ XRP നിങ്ങൾ എൻ്റർ ആവരുത്. കാരണം XRP വലിയ രീതിയിൽ ക്രാഷ് എന്ന രീതിയിലോട്ട് മാർക്കറ്റ് വന്നിട്ടില്ല. കാർഡിനെയും വലിയ രീതിയിൽ ക്രാഷ് എന്ന രീതിയിലോട്ട് വന്നിട്ടില്ല. എങ്കിൽ പോലും താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാം. പക്ഷേ ലൈറ്റ് കോയിൻ്റെ അകത്ത് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. കാരണം ലൈറ്റ് കോയിൻ 50 to 60 USD എന്നാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ബൈ പറഞ്ഞത്. ഏകദേശം കണ്ടോ 91-90 USD അടുപ്പിച്ച് വീണ്ടും ഡൗൺ എന്ന രീതിയിൽ മാർക്കറ്റ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ലൈറ്റ് കോയിൻ്റെ അകത്ത് വീണ്ടും ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇതനുസരിച്ച് മാത്രം ട്രൈ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എപ്പോഴും ഞാൻ ഒരു കാര്യം പറയാം, ക്രിപ്റ്റോയ്ക്കകത്ത് ഏറ്റവും നല്ല പ്രോജക്റ്റ് കണ്ടെത്തുന്നത് വളരെ ഈസിയാണ്. അതുപോലെ തന്നെ ഏറ്റവും നല്ല ബൈ പ്രൈസ് റേഞ്ച് കണ്ടെത്തുന്നതും വളരെ ഈസിയാണ്. ഏറ്റവും പാടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെല്ല് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നിടത്താണ് ഏറ്റവും അധികം കഷ്ടപ്പാടുള്ളത്. പലരും പറയും ഈ ഏറ്റവും നല്ല പ്രോജക്റ്റ് കണ്ടെത്താനാണ് പാട്, അതുപോലെ തന്നെ ബൈ എടുക്കാനാണ് പാട്. അതല്ല, സെല്ലാണ് ഏറ്റവും അധികം പാട്. കാരണം സെല്ല് നമ്മൾ ഏത് പോയിന്റിൽ പ്രോഫിറ്റ്, ഏത് സ്ട്രാറ്റജിയിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യണം, അതനുസരിച്ച് വീണ്ടും ഡൗൺ ആവുന്നതനുസരിച്ച് എങ്ങനെയാണ് അടുത്ത ലെവലിലോട്ട് പോകേണ്ടത്, ഈ രണ്ട് കാര്യമാണ് ഏറ്റവും പാടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നേരത്തെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറയുന്ന ഈ ഒരു സ്ട്രാറ്റജി അനുസരിച്ച് വേണമെങ്കിൽ മുന്നോട്ട് പോകാവുന്നതാണ്.